ഞാൻ അവന്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുത്തപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. 100 ആൾക്കാർ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ മോതിരം ഇട്ട് കൊടുക്കുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കണ്ടേ? ഇല്ല, നോക്കിയില്ല. 12 കൊല്ലം മുമ്പ് അവൻ എന്നോട് ചെയ്തത് ഞാൻ ഈ നിമിഷം വരെ മറന്നിട്ടില്ല. ഞാൻ ചടങ്ങുകളൊക്കെ നോക്കി ഇവിടെ ഇരുന്ന് കണ്ടോളാം. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഗ്രേസി ജർമ്മനിയിൽ നിന്ന് എപ്പോഴാ വന്നത്? ഫ്ലൈറ്റ് ഒക്കെ സുഖമായിരുന്നോ? ഒന്നും പറയണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇതൊന്നും ചെയ്യണത്. ഞാനിവിടെ വന്ന് വെറുതെ വന്ന് ഇരിക്കുക, അത്ര തന്നെ. ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ തൽക്കാലം വേണ്ട. ഞാൻ നിങ്ങളുടെ അച്ഛൻ നടത്തുന്ന ഒരു കല്യാണത്തിന് ചടങ്ങിന് വന്നിട്ട് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല. ഇല്ല, എനിക്ക് ജ്യൂസും വേണ്ട. ആകെ 8 തവണയാണ് വിളിച്ചത്, 8 തവണ. എന്നിട്ട് ഞാൻ വന്നത് എൻ്റെ മര്യാദ. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടാണോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്? അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ നിന്നോളാന്ന്. എന്നാ പോട്ടെ, കൂടപ്പറപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് ജ്യൂസ് എടുക്കാൻ പോയി. അപ്പൊ അവൻ വടി പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം നോക്കിയോ, എന്നാ പറയാണ്, ചേച്ചി ജ്യൂസ് എടുത്ത് കുടിക്കി, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും ചോദിച്ചോ ഒരു പ്രാവശ്യം എന്നോട്? പറ്റില്ല. 12 കൊല്ലം മുമ്പ് അവൻ എന്നോട് ചെയ്തത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതൊക്കെ അനുഭവിച്ചത് ഞാനല്ലേ. അങ്ങനെ അനുഭവിച്ചിട്ട് എനിക്ക് ഇവിടെ വന്ന് ചിരിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ വന്നിട്ടുള്ളത് തന്നെ എന്തോ ഭാഗ്യം വിചാരിച്ചാൽ മതി. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടാന്ന്. ബാക്കി എല്ലാവരും ഫോട്ടോ എടുത്തോളൂ. ഞാൻ ഫോട്ടോ എടുക്കണില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്ന് ഞാൻ ഇപ്പൊ വന്നപ്പോഴല്ലേ പറഞ്ഞത്. ഇതൊരു പ്രാവശ്യം നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ കൂടപ്പറപ്പാന്ന്. 12 കൊല്ലം മുമ്പ് എന്റെ ഹൃദയമാണ് നുറുങ്ങിപ്പോയത്. പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് അലർജിയാന്ന് അവനറിയാം. എന്നിട്ടാണ് അവൻ ആ പൈനാപ്പിൾ ജ്യൂസ് എന്നെ ഉമ്മർത്ത് കൊണ്ടുവച്ചിട്ടുള്ളത്. എന്തിനാ?